നമസ്കാരം. എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക. ഇതിനോടകം സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. അപ്പം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മിക്സഡ് വെജിറ്റബിൾ സ്റ്റൂ ആണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെജിറ്റബിൾ കറിയാണ്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻ മെത്തേഡിലേക്ക് കടക്കാം. വെജിറ്റബിൾ സ്റ്റൂ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം ഒരു കടായി ഫ്ലെയിമിലേക്ക് വയ്ക്കാം. ഇനി അതിലേക്ക് ഒരു 2 മുതൽ 3 ടീസ്പൂൺ വരെ ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെജിറ്റബിൾ ഓയിലും ഉപയോഗിക്കാം. അതൊഴിച്ചു കൊടുക്കുക. ഇനി എണ്ണ ഒന്ന് ചൂടാവട്ടെ. നമ്മൾ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ചെറിയ കഷ്ണം പട്ട, ഒരു 4 മുതൽ 5 വരെ ഗ്രാമ്പൂ, ഒരു 4 മുതൽ 5 വരെ ഏലക്ക. ഇത്രയും ഞാനിവിടെ ഏലക്ക ഒന്ന് ചതച്ച് ചേർത്തിരിക്കുകയാണ്. നന്നായിട്ട് ഇത് കറിയിലേക്ക് ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇത്രയും കൂടെ നമുക്ക് ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 6 അല്ലി വെളുത്തുള്ളിയും, ചെറിയ അല്ലിയാണ് അത്, ഇത്രയും ഇങ്ങനെ കുഞ്ഞായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. അതുകൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഇതിലേക്ക് ഇടുകയാണ്. ഒരു സവാളയാണ് ഞാനിങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിലേക്കിട്ട് നന്നായിട്ട് ഇനി സോട്ട് ചെയ്തെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ വരുന്നത് വരെ നമുക്കിതൊന്ന് സോട്ട് ചെയ്യാം. ഈ ഒരു സമയത്ത് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം സവാള നമുക്ക് നല്ലോണം വഴണ്ട് കിട്ടും പെട്ടെന്ന്. ഫ്ലെയിം മീഡിയത്തിലാണ് ഞാനിത് വച്ചിരിക്കുന്നത്. കറികളിൽ പൊതുവേ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലോട്ട് പോകാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്യുന്നതായിരിക്കും ഇപ്പം കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. പാകത്തിന് വെന്തൊക്കെ കിട്ടാനായിട്ട് മീഡിയം ഫ്ലെയിമാണ് എപ്പോഴും നല്ലത്. ഞാൻ ഇതിലേക്ക് സാമ്പാർ മുളക്, ഒരു 2 സാമ്പാർ മുളക് ചേർത്ത് കൊടുക്കുകയാണ്. സാമ്പാർ മുളക് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 3 ചില്ലിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് വലിയ എരിവില്ലാത്തതാണ്. എരിവുള്ളതാണെങ്കിൽ 2 ഇട്ടാൽ മതിയാവും. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി നമുക്കിതിലേക്ക് എല്ലാ വെജിറ്റബിൾസും ഒന്നൊന്നായി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എല്ലാ വെജിറ്റബിൾസും കൂടെ ഒരു 400 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. ഞാൻ ആദ്യം ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു ചെറിയ ഉരുളക്കിഴങ്ങാണ് ഇങ്ങനെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് ചേർത്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഒരു ചെറിയ ക്യാരറ്റ് ക്യൂബായിട്ട് കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് കോളിഫ്ലവർ കുറച്ച് അല്ലി ഇങ്ങനെ അടർത്തി നല്ലോണം കഴുകി, ചൂടുവെള്ളത്തിലൊക്കെ കഴുകി അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയിട്ട് കഴുകിയതെടുക്കുക. പക്ഷെ മഞ്ഞൾപ്പൊടിയിട്ട് നമുക്ക് ഈ സ്റ്റൂവിൽ ഉണ്ടാക്കുന്ന സമയത്ത് മഞ്ഞൾപ്പൊടിയിട്ട് കഴുകാൻ പറ്റില്ല. കാര്യം എന്ന് വെച്ചാൽ ഇതിൽ മഞ്ഞളിൻ്റെ ഒരു അംശം നിൽക്കും. അപ്പോൾ ചെയ്യേണ്ടത് വിനിഗർ ഇട്ട് കഴുകിയാൽ മതിയാവും. അത് കഴുകി വെച്ചത് ഒരു 2-3 അല്ലി എടുത്ത് ഇങ്ങനെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തതാണ്. അതിലേക്ക് ഇങ്ങനെ ഒന്ന് സോട്ട് ചെയ്യും. ഇനി അടുത്ത് ഒരു 5 ബീൻസ് കുഞ്ഞായിട്ട് നുറുക്കിയത് അതും ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ ക്യാബേജ്, ഒരു കുഞ്ഞു പീസ് ക്യാബേജ് ഇതുപോലെ കട്ട് ചെയ്ത് ഇത്രയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി എല്ലാം മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് ഒരു മുറി തേങ്ങയുടെ 2ാം പാലാണ്, 2 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിൽ തിള വന്നതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിൽ, ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം കുക്ക് ചെയ്തെടുക്കാം. പ്രഷർ കുക്ക് ചെയ്തും എടുക്കാം. ഞാനിതിപ്പോൾ നോർമലായിട്ട് കുക്ക് ചെയ്യാണ്. അപ്പോൾ ഇതൊന്ന് തിള വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി തിള വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഹൈ ഫ്ലെയിമിലിരിക്കുകയാണ്. തിള വരാൻ വേണ്ടി ഞാൻ ഹൈ ഫ്ലെയിമിൽ വെച്ചതാണ്. ഇനി നമുക്കിത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 15 മിനിറ്റോളം കുക്ക് ചെയ്യാം. ഏതാണ്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഏതാണ്ടല്ല, 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്കത് പാകമായോ എന്ന് നോക്കാം. ഉരുളക്കിഴങ്ങൊന്നും ഇങ്ങനെ ഉടച്ച് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാ വെജിറ്റബിൾസും കുക്കായി എന്ന് മനസ്സിലാവും. ഉരുളക്കിഴങ്ങ് ഇതാ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 പാല്, അത് 1 കപ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത്, അത് ഒഴിച്ചു കൊടുക്കും. ഇനി ഇത് ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. ടൈമിൽ നമുക്ക് ഉപ്പ്, ബാക്കി കാര്യങ്ങളെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിലേക്ക് ഇനി ലാസ്റ്റിൽ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ഒരു 1/2 ടീസ്പൂൺ പെപ്പറാണ്. അത് ഞാനിവിടെ ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പൊടിച്ച പെപ്പർ ഉപയോഗിക്കേണ്ട, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്, അത് ഉപയോഗിച്ചാൽ മതിയാവും. പെപ്പർ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ആദ്യം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിപ്പോൾ പാകത്തിന് വേണമെന്ന് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കൂടെ ആവശ്യമുണ്ട്. നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഓൾ പർപ്പസ് ഫ്ലോർ, അല്ലെങ്കിൽ കോൺഫ്ലോർ ആവാം, മൈദ ആവാം, ഏതായാലും അതൊരു 1 ടീസ്പൂൺ എടുത്ത് ഒരു 1/4 കപ്പ് വെള്ളത്തിലൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് കറിക്കൊരു തിക്ക് കൺസിസ്റ്റൻസി കിട്ടാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ ചേർത്താൽ മതി. നല്ല തിക്കായിട്ട് കറി വേണം എന്നുള്ളവർ ചേർത്താൽ മതി, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ മിക്സഡ് വെജിറ്റബിൾ സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. ഇടിയപ്പത്തിൻ്റെ, അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനായിട്ടുള്ള കറിയാണ്. നമുക്കിതിനി സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം ഞാനിന്ന് തയ്യാറാക്കിയ മിക്സഡ് വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പം, ചപ്പാത്തി, ഇതിൻ്റെ കൂടെ എല്ലാം നല്ലൊരു കോമ്പിനേഷനാണ്. ബ്രെഡിൻ്റെ കൂടെയും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് പുതിയ പുതിയ വീഡിയോസ് ചെയ്യാനുള്ള പ്രചോദനമാവുന്നത്. അപ്പോൾ അഭിപ്രായം തീർച്ചയായിട്ടും രേഖപ്പെടുത്തുമെന്ന് വിചാരിക്കുന്നു. പുതിയ പുതിയ കുക്കിംഗ് വീഡിയോസുമായി വരുന്നതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.